നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ബോയ്സ് LP സ്കൂൾ കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെയും തെരുവുനായ്ക്കളുടെയും താവളമായി. കഴിഞ്ഞ 2 അധ്യയന വർഷമായി ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്വന്തം കെട്ടിടമില്ല. പഠനം ഗവൺമെന്റ് LP സ്കൂളിന്റെ പഴകിയ കെട്ടിടത്തിൽ. വടക്കാഞ്ചേരിയിലെ ഗേൾസ് ബോയ്സ് സ്കൂളുകൾ ലയിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കണമെന്ന ആവശ്യം ശക്തം. രണ്ടാം പിണറായി സർക്കാർ 4ാം വാർഷികം. പാലക്കാട്ട് കരിയർ ഗൈഡൻസ് ക്ലാസും സെമിനാറും. പരിപാടികൾ എന്റെ കേരളം 2025 പ്രദർശന വിപണന മേളയിൽ. ദേശീയ അധ്യാപക പരിഷത്ത് പാലക്കാട് ജില്ലാ പഠന ശിബിരം ഷൊർണൂരിൽ. സ്ഥാപക ദിനാഘോഷവും സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ പഠന ശിബിരത്തിൽ വിമർശനം. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരിയിലെ നിർമ്മാണത്തിലിരിക്കുന്ന ബോയ്സ് ഹൈസ്കൂൾ കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെയും തെരുവുനായ്ക്കളുടെയും താവളമാകുന്നു. കഴിഞ്ഞ 2 അധ്യയന വർഷങ്ങളായി ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്വന്തം കെട്ടിടമില്ല. വടക്കാഞ്ചേരി ബോയ്സ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ വടക്കാഞ്ചേരി ഗവൺമെൻറ് LP സ്കൂളിൻ്റെ പഴകിയ കെട്ടിടത്തിൽ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് പഠനം നടത്തുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുമ്പോഴും ഗേൾസ് എന്നും ബോയ്സ് എന്നും വെവ്വേറെ സ്കൂളുകളായി നിലനിർത്തുന്നത് എന്തിനാണെന്ന ചോദ്യവും ഇതിനിടെ ഉയരുന്നുണ്ട്. വെറും 10 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കി സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുമെന്ന വാഗ്ദാനത്തിലാണ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ നിർമ്മാണം തുടങ്ങി 3ാമത്തെ അധ്യയന വർഷത്തിലേക്ക് കടന്നിട്ടും പണികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കെട്ടിടത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ പൂർത്തിയായെങ്കിലും തറയോടുകൾ പാകുന്നതുപോലുള്ള അടിസ്ഥാന പ്രവൃത്തികൾ ഇനിയും ബാക്കിയാണ്. ഇതിനിടയിലാണ് നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം രാത്രിയിൽ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറുന്നത്. പകലാകട്ടെ തെരുവുനായ്ക്കളുടെ കയ്യേറ്റമാണ്. അധികൃതരുടെ ഭാഗത്തു നിന്ന് കാര്യമായ ശ്രദ്ധയില്ലാത്തതിനാൽ കെട്ടിട പരിസരം കാടുപിടിച്ച് അവസ്ഥയാണ്. ടെൻഡർ നടപടികൾ ആരംഭിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും പാതി വഴിയിൽ നിലച്ച നിർമ്മാണം എപ്പോൾ പൂർത്തിയാക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. ഈ അധ്യയന വർഷത്തിലും വിദ്യാർത്ഥികൾക്ക് പുതിയ കെട്ടിടത്തിൽ പഠിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അടിയന്തരമായി ഈ വിഷയത്തിൽ അധികാരികൾ ഇടപെട്ട് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാനും ഗേൾസ് ബോയ്സ് സ്കൂളുകൾ ലയിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കാനും നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശീയ അധ്യാപക പരിഷത്ത് പാലക്കാട് ജില്ലാ പഠന ശിബിരവും സ്ഥാപക ദിനാഘോഷവും ഷൊർണൂരിൽ നടന്നു. ചുടുവാൽത്തൂർ ജനബേരി ഹാളിൽ നടന്ന പരിപാടി NTU സംസ്ഥാന സെക്രട്ടറി ഹരി R. വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. വെറും 40 പേർ മാത്രമാണ് മറ്റുള്ള സംസ്ഥാനങ്ങൾ കൂടി ചേരുന്ന ഇന്ത്യയിൽ ജോലി ചെയ്യാൻ താല്പര്യമെന്ന് അറിയിച്ചപ്പോൾ 400-ൽ 400 പേർക്കും വിദേശത്ത് ജോലി ചെയ്യാനാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്തുക എന്ന ലക്ഷ്യം നമുക്കാണ്. നമ്മുടെ രാഷ്ട്രത്തിന്റെ സമ്പത്ത് കൊണ്ട് നമുക്ക് ശമ്പളം തരുന്ന രാഷ്ട്രം നമ്മളെ പഠിപ്പിക്കേണ്ട വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം അവരുടെ ശേഷി മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ഉപയോഗിക്കുന്നത് ശരിയോ എന്ന ചിന്താഗതി നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തുണ്ടാകുന്നത്. ഒരു കാരണവശാലും അത് ശരിയല്ലെന്ന് ബോധ്യം വിദ്യാർത്ഥികളിലേക്ക് കൊടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം അധ്യാപകർക്കാണ്. ചടങ്ങിൽ NTU ജില്ലാ പ്രസിഡന്റ് P. മനോജ് അധ്യക്ഷത വഹിച്ചു. മീര രമേശിന്റെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ജില്ലാ ജനറൽ സെക്രട്ടറി ഗിരീഷ് ഗോപിനാഥ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി AJ ശ്രീനി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ജില്ലാ ട്രഷറർ KV വേണുഗോപാലൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രണ്ടാം പിണറായി സർക്കാർ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട്ട് കരിയർ ഗൈഡൻസ് പ്രോഗ്രാമും സെമിനാറുകളും സംഘടിപ്പിച്ചു. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം നടത്തുന്ന എന്റെ കേരളം മേളയിലാണ് വ്യത്യസ്ത പരിപാടികൾ ഒരുക്കിയത്. HCL ടെക്നോളജീസിന്റെ സഹകരണത്തോടെ പിന്നോക്ക വിഭാഗ വികസന ഗ്രൂപ്പ് സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് പ്രോഗ്രാം പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് പാലക്കാട് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ PV ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. SSLC ഹയർ സെക്കൻഡറി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കുള്ള വിവിധ ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾ എന്ന വിഷയത്തിൽ കരിയർ കൗൺസിലർ PM അബ്ദുൽ കലാം ക്ലാസ് എടുത്തു. HCL ടെക്നോളജീസിൻ്റെ ടെക് ബി പ്രോഗ്രാമിനെക്കുറിച്ച് വിപിൻ വിശദീകരിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരിമുക്ത നവകേരളം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. ലഹരി പ്രതിരോധവും പ്രതിവിധിയും ആയുർവേദത്തിലൂടെ ലഹരിയുടെ നീരാളിക്കരങ്ങൾ
ലഹരി, അടിമത്തവും മോചനവും എന്ന വിഷയങ്ങളിൽ ഡോക്ടർ ജയന്തി വിജയൻ, ജില്ലാ നാർക്കോട്ടിക് സെൽ ടീം ASI റഹീം മുത്ത്, ഡോക്ടർ ഷമീന ജസീൽ എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ പഞ്ചായത്തിൽ നിന്നും ഈ വർഷം ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സ്നേഹവിരുന്ന് ഒരുക്കി. പ്രദേശത്തെ 13 പേർക്കാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ സ്നേഹവിരുന്ന് ഒരുക്കി യാത്രയാക്കിയത്. മണ്ണൂർ AUP സ്കൂളിൽ നടന്ന സ്നേഹസംഗമം SYS സംസ്ഥാന ഉപാധ്യക്ഷൻ PK ഇമ്പിച്ചിക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ആവട്ടെ, അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ശ്രദ്ധിക്കലുണ്ട്. പിന്നെ അവിടത്തെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഖാദിമുൽ ഹറമൈനാണ് അവരുടെ ഭരണകർത്താവ്, അങ്ങനെ അറിയപ്പെടാം. ഇരു ഹറമൈന്റെയും സേവകൻ എന്നുള്ള ആൾക്ക് അറിയപ്പെടില്ല, രാജാവ് അല്ലെങ്കിൽ മറ്റൊന്നാൾക്കല്ല. അതിനേക്കാൾ ഉപരി അവരിഷ്ടപ്പെടുന്നത്, അവരെ അഭിസംബോധന ചെയ്യാനൊക്കെ അവർ ഇഷ്ടപ്പെടുന്ന ഖാദിമുൽ ഹറമൈൻ എന്നുള്ള ആ പ്രയോഗം, ഇരു ഹറമൈന്റെയും സേവകൻ എന്ന നിലക്കുള്ള ആ പേര്, അത് കേൾക്കാനും അങ്ങനെ അവരെ പറ്റി പറയലും അതാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ VM അൻവർ സാദിഖ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പത്തിരിപ്പാല ഹൈസ്കൂളിൽ നിന്നും A+ നേടിയ 2 വിദ്യാർത്ഥികളെ VM അൻവർ സാദിഖ്, ഷംല ഷൗക്കത്ത് എന്നിവർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. SYS ജില്ലാ സെക്രട്ടറി PM യൂസഫ് പത്തിരിപ്പാല, PA ഷൗക്കത്ത്, ഷംല ഷൗക്കത്ത്, PK മുത്തലിബ് മൗലവി, KS സുലൈമാൻ കുട്ടി, ഹംസ, PM സാദിഖ് അലി എന്നിവർ സംസാരിച്ചു. KM അബ്ദുൽ ഹക്കീം സ്വാഗതവും KP മുനീർ നന്ദിയും പറഞ്ഞു. ഹാജിമാരുടെ കുടുംബങ്ങളും മുസ്ലിം ലീഗ് പ്രാദേശിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായുള്ള സൗജന്യ കലാപരിശീലനം 2025 പരിപാടിക്ക് ഷൊർണൂർ ക്ലസ്റ്ററിൽ തുടക്കം. കലാപരിശീലനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പഠിതാക്കളെ സംഘടിപ്പിക്കുന്നുണ്ട്. അവർക്ക് നൃത്തവും സംഗീതവും അതുപോലെ തന്നെ നാടകവുമൊക്കെ താഴെ തലങ്ങളിൽ അവതരിപ്പിക്കുക എന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള സൗകര്യം, പഠിക്കാനാവശ്യമായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നതാണ് നഗരസഭ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നത്. 2017 കേരളത്തിലെ ഗവൺമെന്റ് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കലാകാരന്മാരോടുള്ള പ്രതിബദ്ധത കുറെ കൂടി ആവർത്തിച്ച് ഉറപ്പിക്കുന്ന ഒന്നാണ്. ശനിയാഴ്ച രാവിലെ നഗരസഭാ കൗൺസിൽ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ കോർഡിനേറ്റർ സന്ദീപ് കുമാർ പദ്ധതി വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ, കൗൺസിലർമാരായ P. പ്രസാദ്, CK സൗമ്യ, CC ഉഷാദേവി, KS ശോഭന, രാജലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച സന്തോഷത്തിലാണ് കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഭരണസമിതി അംഗങ്ങളും. ഇത് 2ാം തവണയാണ് കലാമണ്ഡലത്തിന് SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിക്കാനായത്. 65 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. വിദ്യാർത്ഥികളെ കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണനും രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാറും അഭിനന്ദിക്കുകയും ചെയ്തു. ഷൊർണൂരിൽ ലഹരി വിരുദ്ധ ദേശത്തിനായി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ KVR ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ലഹരി വിരുദ്ധ ദേശത്തിനായി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. KVR ഹൈസ്കൂളിൽ വെച്ച് MDSFയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായ ഒരു സന്ദേശം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് മലപ്പുറം ടീമും അതുപോലെ പാലക്കാട് ടീമും ചേർന്നുകൊണ്ട് 50 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ളവരുടെ ഫുട്ബോൾ ടൂർണമെൻ്റാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവരെല്ലാം പഴയ കളിക്കാരാണ്. എങ്കിലും ആ വീര്യം ഒട്ടും ചോരാതെ തന്നെ ഈ വയസ്സായിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന നിലയിലാണ് ഇവരെല്ലാം. ചെയർമാൻ MK ജയപ്രകാശ്, VK ശ്രീകൃഷ്ണൻ എന്നിവർ മൈതാനത്തെത്തി താരങ്ങളെ പരിചയപ്പെട്ടു. ലഹരിക്കെതിരെയാണ് ഫുട്ബോൾ മത്സരത്തിലൂടെ പോരാട്ടമെന്ന് സംഘാടകരായ സജിത്, നവാസ് എന്നിവർ പറഞ്ഞു. MDSFയുടെ കീഴിൽ 50 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ള
മലപ്പുറത്തിൻ്റെയും അതുപോലെ തന്നെ പാലക്കാടിൻ്റെയും പല ഭാഗങ്ങളിലുള്ള താരങ്ങളാണ്. ഇന്ന് ഈ ലഹരി മുക്ത ദേശത്തിനായി യുവാക്കളെ കളിക്കളങ്ങളിലേക്ക് വരുത്തുക, പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഒരു പ്രദർശന മത്സരം ഈ ഷൊർണൂർ KVR ഹൈസ്കൂളിൽ ഇന്ന് നടത്തുന്നത്. ഫുട്ബോളാണ് ലഹരി. മൈതാനങ്ങളിൽ വിവിധ കലാ മത്സരങ്ങളാകട്ടെ നമ്മുടെ യുവാക്കളിലും വളർന്നു വരുന്ന യുവ തലമുറയിലും ലഹരി എന്ന മുദ്രാവാക്യമായാണ് ഈ മത്സരം ഇവിടെ സംഘടിപ്പിക്കുന്നത്. 50കളിലും 60കളിലും ഈ മൈതാനത്ത് നിറഞ്ഞാടിയ ഒരു കാലത്ത് കാൽപന്ത് കളിയുടെ ആവേശമായിരുന്ന പാലക്കാടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ഫുട്ബോൾ താരങ്ങളാണ് മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയത്. മത്സരത്തിൽ 2-1 മലപ്പുറത്തെ പരാജയപ്പെടുത്തി പാലക്കാട് ജേതാക്കളായി. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഷൊർണൂരിൽ മാനസ കൾച്ചറൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കലാസാഹിത്യ സാംസ്കാരിക വേദിയുടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ നൃത്ത സംഗീത മഹോത്സവത്തിന് തിരിതെളിഞ്ഞു. ഇത് 4ാം തവണയാണ് മാനസ കൾച്ചറൽ ട്രസ്റ്റ് ഇത്തരം സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഷൊർണൂർ KVR ഹൈസ്കൂളിലാണ് മഹോത്സവം നടക്കുന്നത്. സാംസ്കാരിക പൈതൃകങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഷൊർണൂരിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മാനസ കൾച്ചറൽ ട്രസ്റ്റിന്റെ 4ാമത് ദേശീയ നൃത്ത സംഗീതോത്സവത്തിനാണ് ഷൊർണൂർ KVR ഹൈസ്കൂളിൽ തിരിതെളിഞ്ഞത്. ഇനിയുള്ള 3 ദിവസങ്ങൾ കലാ സാംസ്കാരിക സന്ധ്യയുടെ വേദിയാകും. MNCF 25 എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ഉദ്ഘാടന സമ്മേളനം കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ അവിടെ അതിൽ നിന്നൊക്കെ അപ്പുറത്തായിട്ട് ഇവിടെ ഈ ഒരു മാനസയുടെ ഈ പ്രോഗ്രാം ബുക്ക് കണ്ടു. പലപ്പോഴും മറ്റൊരു സാംസ്കാരിക സ്ഥാപനത്തിനോ ചെയ്യാനാവാത്ത രീതിയിലുള്ള വിവിധ കലാരൂപങ്ങൾ അല്ലെങ്കിൽ അവതരണ രൂപങ്ങൾ അത് പ്രാദേശികമായ ഒരു അടിസ്ഥാനത്തിലല്ലാതെ തന്നെ ഇവിടെ കൊണ്ടുവരാനും അത് ഇവിടെ കലാകാരന്മാർക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ജനങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കാനും കാണിക്കുന്ന ഒരു വീക്ഷണം അല്ലെങ്കിൽ ഒരു സമീപനം എന്ന് പറയുന്നത് വളരെയേറെ പ്രശംസിക്കപ്പെടേണ്ടതാണ്. ഷൊർണൂർ നഗരസഭാ ചെയർമാനും സംഘാടക സമിതി ചെയർമാനുമായ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. മലബാർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ MR മുരളി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഷൊർണൂർ നഗരസഭാ വാർഡംഗം ശ്രീകല, കോൺഗ്രസ് നേതാവ് ആഷിഖ്, കലാമണ്ഡലം മുൻ അക്കാദമിക് കോർഡിനേറ്റർ പ്രൊഫസർ CM നീലകണ്ഠൻ, കലാമണ്ഡലം രാംമോഹൻ, നഗരസഭാ മുൻ അംഗങ്ങളായ M നാരായണൻ, മുസ്തഫ, MB രതീഷ്, ഭവദാസനുണ്ണി, ഡോക്ടർ ലതാ ബിജു, TM വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രോഗ്രാം ഡയറക്ടർ അലി പള്ളം സ്വാഗതവും ജനറൽ കൺവീനർ മണികണ്ഠൻ മാനസ നന്ദിയും പറഞ്ഞു. തുടർന്ന് ആദരിക്കൽ ചടങ്ങും ഷൊർണൂർ പരുത്തിപ്ര ചേത്തലമന വൈഷ്ണവ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചാരി മേളവും നടന്നു. ന്യൂസ് ബ്യൂറോ. ചെറുതുരുത്തി. ഒരു ഗ്രാമത്തിന്റെ കൂട്ടായ്മയ്ക്ക് നിറകയ്യടിയോടെ സ്വീകരണം. ഷൊർണൂർ മാനസ സംഘടിപ്പിച്ച ദേശീയ സംഗീത നൃത്തോത്സവത്തിൽ പരുത്തിപ്ര ചേത്തലമന വൈഷ്ണവ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച പഞ്ചാരി മേളം ഏവരുടെയും മനം കവർന്നു. വാർദ്ധക്യമറന്ന് 72കാരനും 8ാം ക്ലാസ് വിദ്യാർത്ഥിയും സ്ത്രീ സാന്നിധ്യവും ആയതോടെ പഞ്ചാരി മേളം വ്യത്യസ്ത തലമുറകളുടെ സംഗമമായി. ഷൊർണൂർ പരുത്തിപ്ര ചേത്തലമന ആസ്ഥാനമാക്കിയുള്ള വൈഷ്ണവം ട്രസ്റ്റിൻ്റെ പഞ്ചാരി മേളമാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഞങ്ങൾ 2019 മുതൽ പഞ്ചാരി മേളം പഠിച്ച് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തൃത്താല ശങ്കരകൃഷ്ണൻ എന്ന പ്രസിദ്ധനായ
ഡായമ്പക ആചാര്യനാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. പല പ്രായത്തിലുള്ള ആളുകളും വനിതകളും സ്കൂൾ വിദ്യാർത്ഥികളുമായിട്ടൊരു കൂട്ടായ്മയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷവും ഊർജവും നൽകുന്ന ഒരു കൂട്ടായ്മയാണ് ഈ പഞ്ചാരി മേള കൂട്ടായ്മ. ഷൊർണൂർ വൈഷ്ണവ ട്രസ്റ്റ് ഇതുപോലെ ഡാൻസ് കൂട്ടായ്മയും അക്ഷരശ്ലോകം കാവ്യവേദി തുടങ്ങിയ കൂട്ടായ്മകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രാമത്തിൽ ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാകാൻ വേണ്ടിയുള്ള ഇത്തരം കൂട്ടായ്മ ഞങ്ങൾക്കെല്ലാം വളരെ ആഹ്ലാദം തരുന്നു, ഒരു ഒത്തൊരുമ ഉണ്ടാക്കുന്നു, ഞങ്ങൾക്ക് ഊർജം തരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. സുമതി പ്രസ്സിൽ ജോലിയുള്ള ഒരു വനിതയാണ്. അവരുടെ കുടുംബ പ്രശ്നങ്ങളുടെ ഇടയ്ക്കും ഞങ്ങളോടൊപ്പം കൂട്ടായ്മയായി. ജോർജ് പോസ്റ്റ് ഓഫീസിൽ റിട്ടയർ ചെയ്ത ജീവനക്കാരനാണ്. അദ്ദേഹം ഇതിൽ മുൻപന്തിയിലുണ്ട്. പത്തിരിപ്പാല പേരൂർ കൈപ്പയിൽ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. താലപ്പൊലിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. ഉച്ചയ്ക്ക് ശേഷം പേരകുളത്തു നിന്നും കുമ്മാട്ടി പുറപ്പെട്ടു. മന്തത്ത് കേളിയും പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ വേലയും പുറപ്പെട്ടു. ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള വേല വർണ്ണാഭമായി. വൈകിട്ട് പാണ്ടിമേളവും ചുറ്റുവിളക്കും ദീപാരാധനയും ഉണ്ടായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ പാണ്ടിമേളവും കൊട്ടിക്കലാശത്തോടെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമായി. പിരായിരി കൊടിന്തിരപ്പുള്ളി കക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവം വർണ്ണാഭമായി. ഉത്സവത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും ആറാട്ട് സദ്യയും ഒരുക്കിയിരുന്നു. പഞ്ചവാദ്യം, തകിൽവാദ്യം, പൂക്കാവടി, തമ്പോലം എന്നിവയുടെ അകമ്പടിയോടെ ഗജവീരന്മാരുടെ എഴുന്നള്ളത്ത് മനോഹരമായി. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ബോയ്സ് LP സ്കൂൾ കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെയും തെരുവുനായ്ക്കളുടെയും താവളമായി. കഴിഞ്ഞ 2 അധ്യയന വർഷമായി ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്വന്തം കെട്ടിടമില്ല. പഠനം ഗവൺമെന്റ് LP സ്കൂളിന്റെ പഴകിയ കെട്ടിടത്തിൽ. വടക്കാഞ്ചേരിയിലെ ഗേൾസ് ബോയ്സ് സ്കൂളുകൾ ലയിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കണമെന്ന ആവശ്യം ശക്തം. 2ാം പിണറായി സർക്കാർ 4ാം വാർഷികം. പാലക്കാട്ട് കരിയർ ഗൈഡൻസ് ക്ലാസും സെമിനാറും. പരിപാടികൾ എൻ്റെ കേരളം 2025 പ്രദർശന വിപണന മേളയിൽ. ദേശീയ അധ്യാപക പരിഷത്ത് പാലക്കാട് ജില്ലാ പഠന ശിബിരം ഷൊർണൂരിൽ. സ്ഥാപക ദിനാഘോഷവും സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ പഠന ശിബിരത്തിൽ വിമർശനം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.